ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്മസൊക്കെ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ടല്ലോ. പുൽക്കൂറിന്റെ പണിയൊക്കെ തുടങ്ങിയ കുട്ടികളെ. പരീക്ഷ അത് ശരി, പരീക്ഷയ്ക്ക് ശരിക്കും പഠിക്കണം കേട്ടോ. നല്ല മാർക്കൊക്കെ മേടിക്കണം. ചിലർക്ക് മോഡൽ എക്സാം ഒക്കെ ആയിരിക്കും. എല്ലാം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ബ്രദേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ഡീക്കന്മാരുടെ ധ്യാനം കൂടെ കഴിയാനുള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കൈവടിയരുത്, പ്രാർത്ഥിക്കണം. അല്ലോ. പിന്നെ ഞങ്ങൾ 4 പേര് ഒരുമിച്ച് വട്ടാഴ്ചനും ഞങ്ങൾ ഒരുമിച്ചിട്ട വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണാം. പക്ഷേ നിങ്ങൾ വേറെ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുക്കണം. ഞാൻ എക്സ്ട്രാ വീഡിയോ എടുത്ത് നിങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ വിശേഷം അറിയിക്കണ്ടേ? കുടുംബാംഗം എന്ന് പറഞ്ഞിരുന്നിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഇട്ടതല്ല, അതിൻ്റെ തലേ ദിവസം ഇട്ട വീഡിയോ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ, ഇന്നൊരു സാക്ഷ്യം വായിക്കാം. എൻ്റെ പേര് കിരൺ തെരേസ മാത്യു എന്നാണ്. എനിക്ക് കുറേ നാളായിട്ട് മുട്ട കഴിക്കുമ്പോൾ വയറുവേദന അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മുട്ട കഴിക്കുന്നത് ഒഴിവാക്കുമായിരുന്നു. അച്ഛൻ്റെ വൈകുന്നേരത്തെ കുഞ്ഞിട്ടോക്കിൽ ഭക്ഷണ സംബന്ധമായ അലർജി മാറിയ ഒരു സാക്ഷ്യം പങ്കുവച്ചിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നിന്റെ മുട്ട കഴിക്കുമ്പോഴുള്ള പ്രശ്നവും പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാൻ. അന്ന് ഞാൻ അമ്മ പറഞ്ഞതുപോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പിന്നീട് ഇന്ന് വരെ മുട്ട കഴിക്കുമ്പോൾ വയറുവേദന എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞിട്ടോക്കിലൂടെ ഒത്തിരി ഏറെ അനുഗ്രഹം തന്നെ യേശു എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിരിക്കുന്നത് ഈ കിരൺ എന്ന് പറഞ്ഞ കുട്ടിയായിരിക്കും വിചാരിക്കുന്ന എഴുതിയിരിക്കുന്ന സാക്ഷിയാണ്. ചിലപ്പോൾ കുട്ടിയല്ല, വലിയ ആളായിരിക്കും. അമ്മ പറഞ്ഞു കേട്ട അനുസരിച്ചായിരിക്കും. അപ്പോൾ അത് ആര് തന്നെയായാലും ശരി, എനിക്കിതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കിയേ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം? ചില കാര്യങ്ങൾ നമ്മൾ പറയണം. ഇത് പറഞ്ഞാലാണ് വർക്കൗട്ട് ആവുള്ളൂ, അല്ലേ? പ്രധാനം പറഞ്ഞപ്പോൾ കൊച്ചിനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അല്ലേ, കൊച്ചൻ നീ നിൻ്റെ ഈ മുട്ട കഴിക്കാനുള്ള അറിഞ്ഞങ്ങൾ പഠിക്കുക, ഒന്ന് പ്രാർത്ഥിച്ച കൊച്ചെന്ന് പറഞ്ഞു. കൊച്ചങ്ങ് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കൊച്ചു എന്ത് വിശ്വാസമായി നിന്ന് ചോദിക്കേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചില അനുഭവങ്ങൾ ചേർത്ത് പറയണം. നമ്മൾ ചില മനുഷ്യരോട് നീ ഒരു ധ്യാനം കൂട്, അല്ലേ, അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയുമ്പോൾ അതങ്ങോട്ട് വർക്കൗട്ട് ചെയ്യും. ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിങ്ങളിപ്പോൾ ആണെങ്കിൽ ഇവിടെ കുരിനാട് അല്ലെ നമ്മുടെ കുറവലങ്ങാട് സെൻറ്ററിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വാഴക്കുളം സിസ്റ്റേഴ്സിനെ ഒന്ന് കാണാൻ ശരിക്കും പറഞ്ഞാൽ അത് പറയുന്ന സമയത്ത് ഒരു ആത്മാവോട്ട് പ്രവർത്തി അങ്ങനെയുണ്ട്. പ്രധാനം ഞാൻ സ്റ്റേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും മെസ്സേജ് കൊണ്ട് പറയുന്ന സമയത്ത് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്ന കാണാൻ ഇട വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതാണ് വിശ്വാസം കേൾവിയിൽ നിന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. ഒന്ന് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ആ സമയത്ത് ആത്മാവ് പ്രവർത്തിക്കും, അല്ലേ? ഇപ്പോൾ ആ കൊച്ചു ആ സമയത്ത് പ്രാർത്ഥിച്ചു, സംഗതി ക്ലിയർ ആയില്ലേ? ആ സമയത്ത് അമ്മ പറയാതിരുന്നായിരുന്നെങ്കിലോ കൊച്ചു മരിക്കുന്നതോടെ വരെ മുട്ട കഴിക്കാതിരിക്കും. എന്തൊരു കഷ്ടമാണ്. എനിവേ, നമുക്കെന്താ ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് 2 രാജാക്കന്മാർ 5:16 2 Kings chapter 5 verse 16. അതിൻ്റെ പശ്ചാത്തലം എന്താ? തലക്കെട്ട് എന്നാണെന്നറിയോ? അതായത് വഴങ്ങാതെ നിൽക്കണമെന്നുള്ളത്. വഴങ്ങാതെ നിൽക്കണം. വചനം ഇതാണ്. എലിഷ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവാണ്, ഞാനത് സ്വീകരിക്കുകയില്ല. നാമാൻ നിർബന്ധിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. അതിൻ്റെ പശ്ചാത്തലം പറയാം. നമ്മുടെ കുഷ്ഠരോഗിയായ നാമാന് സൗഖ്യം കിട്ടിയ ഭയങ്കര സന്തോഷത്തിൽ ഈ അതിനൊരു ഉപകരണമായി പ്രവർത്തിച്ച ഏലീഷായാണല്ലോ. അപ്പോൾ ഏലീഷായ്ക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഏലീഷ പറയുന്ന മറുപടിയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവാണ്, ഞാനിത് സ്വീകരിക്കുകയില്ല. അടുത്ത സ്റ്റെപ്പിന് നിർബന്ധിച്ചു. നാമാൻ നിർബന്ധിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ പ്രശ്നം നിർബന്ധിച്ച് നമ്മളങ്ങ് വഴങ്ങിപ്പോകും, അല്ലേ? ഉപവാസമൊക്കെയാണ്, ഫാസ്റ്റിങ്ങൊക്കെയാണ്, അങ്ങനെയൊക്കെ നോമ്പൊക്കെയാണ്, അല്ലേ, എന്നാ കഴിച്ചത് ആരില്ല ഒരു ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാൽ നമ്മളങ്ങോട്ട് വഴങ്ങിപ്പോകും. ചിലപ്പോൾ പല മദ്യപാനത്തിൻ്റെ കേസ് കേട്ടുകൾ അങ്ങനെയാണ്. അത് മാത്രമല്ല, ചില പാപത്തിൻ്റെ സ്വാധീനങ്ങൾ എൻ്റെ സഹോദരങ്ങൾ നിർബന്ധിക്കുകയാണ്, പെട്ടെന്ന് അങ്ങോട്ട് വഴങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട നിർബന്ധത്തിന് നമ്മളങ്ങനെ വഴങ്ങാതിരിക്കുന്ന ഒരു ആദ്യം എന്ന് പറഞ്ഞാൽ സ്റ്റബേണായിട്ട് നിൽക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് നല്ലൊരു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അങ്ങനെ അർത്ഥത്തിലല്ല, ശരിക്കും പറഞ്ഞാൽ ബാക്കി വചനലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർബന്ധിച്ചാലും വഴങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും അവരെ വിഷമിപ്പിക്കേണ്ട, അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ പലരും ഇങ്ങനെ ടോളറേറ്റ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ ഓരോന്ന് ടോളറേറ്റ് ചെയ്യുമ്പോൾ അവസാനം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിസന്ധി വന്ന് ചാടും. ചെറിയ കാര്യം അനുവദിച്ചാൽ മതി, അതിൻ്റെ പ്രത്യാഘാതം ഇങ്ങനെ കയറി ഇങ്ങനെ വരും. ശരിയല്ലേ? അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറിയ കാര്യത്തിൽ വരും. നമ്മൾ വേറെ ഉദാഹരണം പറയാം. പുറപ്പാടിൻ്റെ പുസ്തകത്തില്ലേ നമ്മുടെ അഹ്റോന് സംഭവത്തില്ല, സ്വർണ്ണക്കാളക്കൂട്ടിയൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അവരങ്ങൾ നിർബന്ധിച്ചപ്പോൾ അഹ്റോൻ അങ്ങോട്ട് വഴങ്ങി, പ്രശ്നമായി, അല്ലേ? പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ദൈവിക കാര്യങ്ങൾ നിർബന്ധിക്കുന്നത് നല്ലതാണ്. അതിന് ചില നിർബന്ധബുദ്ധി ആവശ്യമുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധത്തിന് വഴങ്ങരുത്. നമ്മൾ പിടിച്ച് ചിലപ്പോൾ കുറച്ച് നമ്മൾ ഒറ്റപ്പെടും, കുറച്ച് മാറ്റി നിർത്തപ്പെടും ഒക്കെ വരും. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മളിങ്ങനെ നിർബന്ധിച്ചിട്ട് വഴങ്ങിപ്പോയാൽ ചില രംഗങ്ങൾ, ചില സന്ദർഭങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നതല്ല. ചിലപ്പോൾ ചിലർ പാപം ചെയ്യാനായിട്ടൊക്കെ നിർബന്ധിക്കും പല തരത്തിൽ. ചെറിയൊരു ടോളറേറ്റ് ചെയ്യുന്ന അവസ്ഥ വന്നാൽ പിന്നെ അതിനെ പിടിച്ച് കയറി പിശാച് മൊത്തം വീഴും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിനകത്ത് വളരെ എലിഷ പറയുമല്ലേ, ഞാൻ സേവിക്കുന്ന കർത്താവ്. നിങ്ങളിത് ചിന്തിച്ച് നോക്കിയാൽ ജെറമിയ 35 ജെറമിയ പ്രവാചകൻ വന്നിട്ട് റക്കാബിയറുടെ കുടുംബത്തെ നിർബന്ധിക്കുക. ജെറമിയ ആര് പറഞ്ഞാലും ഞങ്ങൾ ഈ കേസിൽ വഴങ്ങിയായിരുന്നു അല്ലേ. ചിലപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കാരെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അല്ല, എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ അതല്ല, ഇതിങ്ങനത്തെ കാര്യത്തിൽ ഒരു കാര്യം ഓർക്കണം കേട്ടോ. പറഞ്ഞിച്ചിട്ട് കൂടുതലായി പോകും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓർമ്മ വരുന്നതുകൊണ്ട് എന്നാലും സാരമില്ല. പല തരത്തിലുള്ള വചനം സംസ്പർശിക്കുന്നത് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നല്ല ചെടികളൊക്കെയുള്ള മരങ്ങളൊക്കെ കാപ്പിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഒരു കാപ്പി ഇതൊക്കെ അല്ലേ. കാരണം വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു സന്തോഷം വരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ നന്നായി സ്തുതിക്കാം. ഈശോയെ ആരാധന. കർത്താവ് വലിയ കൂട്ടായ്മ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ് എല്ലാ പൈശാചിത്യങ്ങളും, എല്ലാ അന്ധകാര ശത്രു ഉപദ്രവങ്ങളും, എല്ലാ തടസ്സങ്ങളും ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ആട്ടിപ്പായിക്കുന്നു, നിത്യാത്മയിലേക്ക് ബന്ധിക്കുന്നു. കർത്താവ് ക്രിസ്തുവിന് ഏറ്റവും അടുത്ത ഒരു കൃത്യത്തിൽ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് ദൈവമേ, നിർബന്ധിച്ചാലും വചനലംഘനത്തിന് വഴങ്ങാത്ത ഒരാത്മീയത നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക. അത് മനുഷ്യൻ നിർബന്ധിച്ചാലും കർത്താവെ, മനുഷ്യരിലൂടെ പിശാചി നിർബന്ധിച്ച് എന്ത് വന്നാലും ശരി, കർത്താവ് പിടിച്ച കാര്യം പ്രത്യേക കൃപ നിറയട്ടെ കർത്താവ്. പുറപ്പാട് 23:2 ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചേർന്ന വചനം നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. 8 വചനം അതിന്റെ ശക്തി നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ കർത്താവ്. ഈ ലോകം സഖ്യമെന്ന കാര്യം സഖ്യമായി കാണാതെ പിടിച്ച കാര്യം അഭിഷേകം നിറയട്ടെ കർത്താവ്. ദൈവം പ്രത്യേകിച്ച് മുട്ട, പാല്, അല്ലെങ്കിൽ ചിലപ്പോൾ ബീഫ്, അങ്ങനത്തെ മീറ്റ് ഐറ്റംസ്, ഏതെങ്കിലും പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ അലർജി രോഗമുള്ളവരുടെ ശരീരത്തിലേക്ക് ഈശോയുടെ നാമം, ഈശോയുടെ വചനം, ഈശോയുടെ കുരിശിന്റെ അടയാളം ഇപ്പോൾ പതിയട്ടെ കർത്താവെ. ദൈവമേ, ആ സാക്ഷ്യപ്പെടുത്തിയ കൊച്ചിനെ ഓർത്ത് ഈശോ അങ്ങ് മഹത്വപ്പെടുത്തുക കർത്താവെ. അവനെ സുഖപ്പെടുത്തിയ കർത്താവ് ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ ഞങ്ങൾ വിശ്വസിക്കുക. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം കർത്താവെ. അങ്ങനെയുള്ളവർക്കൊണ്ട് ഞങ്ങളൊരു മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാം കർത്താവ്. യേശുവിന്റെ നാമത്തിൽ രോഗത്തെ ശാസിക്കുന്നു, രോഗപീഠകളെ ബന്ധിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.